വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മുടെ 30 ഡേയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ചലഞ്ചില് ഇന്ന് 17ാമത്തെ ദിവസമാണ്. ടീച്ചറുടെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികള് 16 ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ കാര്യങ്ങളൊക്കെ ആ ആൻസർ ഒക്കെ വളരെ കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ അനുബന്ധ വസ്തുതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് 32 ഡേയ്സ് ആയില്ലേ നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്. അപ്പൊ ഈ 32 ഡേയ്സ് കൊണ്ട് നമ്മളൊരു 65ഓളം ഹോട്ട് ടോപ്പിക്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് വരുന്നില്ലേ? ഈ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം ഏത് പരീക്ഷയ്ക്കും നമ്മൾ നന്നായി പഠിക്കുന്നതിനേക്കാൾ ഉപരി ആ പരീക്ഷ നല്ല ധൈര്യത്തോടു കൂടി നേരിടലാണ് പ്രധാനം. നമുക്ക് പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ ധൈര്യം ഇല്ല, അല്ലെങ്കിൽ ആകെ കൂടെ കൺഫ്യൂഷനിലാണ്, ഭയങ്കര പേടിയിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്ന ചോദ്യങ്ങൾ വരെ നമ്മൾ തെറ്റിക്കും. അപ്പൊ കോൺഫിഡൻസോടുകൂടി എല്ലാവരും മുന്നോട്ട് പോവുക. ടീച്ചറെ സമയം കളയണില്ല. ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സമ്പാദ് കൗമുദി എന്ന് പറയുന്ന പത്രമാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വ്യക്തി ആരാണ്? DK കാർവെയാണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല, ഇതൊരു കൃതിയുടെ പേരാണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല. ഈ കൃതി ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്? മറാത്തി ഭാഷ ട്ടോ. അടുത്തത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇത് മുമ്പും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അടുത്ത ചോദ്യം എന്താണ്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണ വാര്യർ ആണ്. അടുത്തത് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്തിൽ നിന്ന് കടമെടുത്തതാണ്? എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്ന് കടമെടുത്തതാണ്. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടില്ല. അടുത്ത ചോദ്യം, തുലാപ്പത്ത് സമരം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? പുന്നപ്ര വയലാർ സമരത്തെയാണ്. 10ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്ന കലാപം? വെല്ലൂർ കലാപമാണ്. ഏതാണ്? വെല്ലൂർ കലാപം. തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കലാപം നടന്നിട്ടുള്ളത് അല്ലെ. അടുത്തത്, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? G ശങ്കരക്കുറുപ്പാണ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏത്? അനുച്ഛേദം 338B ആണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A ആണ്. അടുത്തത്, 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയത് ഏത് രാജ്യമാണ്? യുണൈറ്റഡ് കിങ്ഡം ആണ്. അടുത്തത്, യൂണിയൻ ലിസ്റ്റിൽ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? കഴിഞ്ഞ ദിവസമല്ലേ മക്കളെ ടീച്ചർ ലിസ്റ്റുകൾ പഠിപ്പിച്ചു തന്നത്? യൂണിയൻ ലിസ്റ്റില് ഏതാണ്? വാർത്താ വിനിമയം. അടുത്തത്, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏത് എന്ന് തെരഞ്ഞെടുക്കുക. നോക്കൂ, 1969 74 ആണ് എന്തിന്റെ കാലഘട്ടം? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ശരിയായതാണ് പറയണ കേട്ടോ. മഹലനോബിസ് മാതൃക തെറ്റാണ്, അതല്ല. അടുത്തത്, ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ശരിയാണ്. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായി. അതും ശരിയാണ്. അപ്പൊ 1, 3, 4 എന്ന ഓപ്ഷനുകളുള്ള ഓപ്ഷൻ C ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് എന്ന് പറയാം.
എന്താണ് തെറ്റായ പ്രസ്താവന നോക്കാം. അതിനു മുമ്പ് നമുക്ക് വായിക്കാം. നീതി ആയോഗ് 2015 ജാനുവരി 1 രൂപീകരിച്ചു. ശരിയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. ശരിയാണ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. തെറ്റാണ്. ഒരു ആർട്ടിക്കിൾ ഒന്നും ഇല്ല അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെ. അപ്പൊ അത് തെറ്റല്ലേ മക്കളെ. അപ്പൊ 19D മാത്രമാണ് തെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്തത് 20ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. എന്താണ് 20ാമത്തെ ചോദ്യം? 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? 1971 ഏത് പേരിൽ അറിയപ്പെട്ടു? ഇതിൽ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അതായത് ഈ ഉത്തരം PSC എന്താണ് ഡിലീറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ഇനി നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം നടന്നിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ച് ഒരു ക്ലാസ് ടീച്ചർ തീർച്ചയായിട്ടും നമ്മുടെ ടോപ്പിക്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏതു സംഭവത്തെ കുറിച്ചാണ്? നമ്മുടെ ഗാന്ധിജിയുടെ സമയത്ത് മരണം നടന്നതിന് ശേഷം ആര് പറഞ്ഞതാ? പ്രധാനമന്ത്രി പറഞ്ഞതാണ് കേട്ടോ ഈ കാര്യം. അടുത്ത നോക്കൂ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണതില്? മൈസൂരാണതില്. അപ്പൊ ഹൈദരാബാദും കാശ്മീരും ജുനഗഡും ഒന്നും ചേരാൻ സമ്മതിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അടുത്ത ചോദ്യം. 2023 ഒക്ടോബർ മാസം നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്തത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയാണ്. ഏതാണ്? ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞമാണ്. അടുത്ത ചോദ്യം 25. താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം അല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് എന്ന് പറയണം. ഏതാണ് ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ? അപ്പോ ത്രിപുര ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ്? ഉത്തരാഖണ്ഡ് ഭാഗമാണ്. ഗുജറാത്ത് അതിന്റെ ഭാഗമല്ല. അടുത്തത് സിക്കിം ഭാഗമാണ്. മധ്യപ്രദേശ് അതിന്റെ ഭാഗമല്ല. അപ്പൊ 3ഉം 5ഉം മാത്രം എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അല്ലെ. സി ആണ്. അപ്പോ ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നിവ ഉത്തരപർവ്വത മേഖലയുടെ ത്രിപുര അതുപോലെ തന്നെ എന്താണ് ഉത്തരാഖണ്ഡ്, സിക്കിം അതൊക്കെ തന്നെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് 26ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധം ഇല്ലാത്തത് കണ്ടെത്തുക. ആരവല്ലി പർവ്വതവുമായി ബന്ധം ഇല്ലാത്തത് ഇത് ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ്. ശരിയാണ്. ബന്ധമുള്ളതാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. അതും ശരിയാണ്. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ. ശരിയാണ്. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിരയിലാണ്. തെറ്റാണ്. അപ്പൊ ബന്ധമില്ലാത്തത് ഏതാ? ഡി ആണ് ബന്ധമില്ലാത്തത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. 27ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ, കിഴക്കൻ തീരം പടിഞ്ഞാറൻ തീരമൊക്കെ നമ്മളെ ഹോട്ടോപിക്സിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഓർക്കണില്ലേ? പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്തത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഉൾപ്പെടാത്തത് ഏതാണ്? വടക്കൻ സിർക്കാസ് തീരമാണ്. 28. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താൻ. ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ശരിയായിട്ടുള്ള ജോഡി ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ ട്ടോ. ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പീഠഭൂമി. ശരിയായിട്ടുള്ള ആൻസർ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ശരിയായിട്ടുള്ള ക്രമീകരണം ഏതാണെന്ന് കണ്ടെത്താനാ പറയണേ. ഏതാണ്? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ ആണ് ശരി. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. നമ്മുടെ ആന്റോണിയോ ഗുട്ടറസ് അല്ലെ. ആന്റോണിയോ ഗുട്ടറസിനെ കുറിച്ചാണ് ചോദിച്ചേക്കണേ. അദ്ദേഹം വാർത്തകളിൽ വളരെയധികം ഇടം നേടിയിട്ടുണ്ടെന്ന്. എന്താ കാരണം? അദ്ദേഹം UN സെക്രട്ടറി ജനറൽ ആണ്. അതുകൊണ്ടാണ്. അടുത്തത് 31.
പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. അപ്പോ നമുക്ക് ഓരോന്നിന്റെയും ക്ലിയർ ആയിട്ട് പഠിക്കാം. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, രാജസ്ഥാൻ മുഖ്യമന്ത്രി, ശരിയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അതും ശരിയാണ്. അടുത്തത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായി, ഛത്തീസ്ഗഡ് വിഷ്ണു ദേവ് സായി ആണ്. അപ്പൊ ഇത് തെറ്റല്ലേ? എന്താ പറയാ ടീച്ചർ എഴുതാം. വിഷ്ണു ആരാണ്? വിഷ്ണു ദേവ് സായിട്ട, ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി. അത് ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്ത മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? മോഹൻ യാദവ് ആണ്. അപ്പൊ ക്ലിയർ ആയില്ല? അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്തത്, ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഏതറിയാമോ? ഏതാണ് വിസ ഇളവ് അനുവദിച്ച രാജ്യം? ഇറാനാണ്. ഏതാണ്? ഇറാനാണ് എന്ന് മനസ്സിലാക്കാട്ടോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയവയാണ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതാണ്? കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ണൂരും കാസർഗോഡുമാണ്. അപ്പോ ഓപ്ഷൻ എ 1, 2 അതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, കേരളത്തിലെ മൊത്തം താലൂക്കുകൾ, നിലവിൽ കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 78 ആണ്. ഏറ്റവും അവസാനം നിലവിൽ വന്ന താലൂക്ക് ഏതാണ്? അട്ടപ്പാടി താലൂക്കാണ് അല്ലെ? ഇനി അടുത്തത് എന്താണ്? 36. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏത് എന്നുള്ളതാണ്. കൂട്ടത്തിൽ ചേരാത്തത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായല്, ശാസ്താംകോട്ട, അതുപോലെ വെള്ളായണി, പൂക്കോട് തടാകം, ഏനാമാക്കല്, മനക്കൊടി, ഇതൊക്കെ നമ്മൾ ശുദ്ധജല തടാകങ്ങളാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം 37ാമത്തെ ചോദ്യം ഏതാ? പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാ പറയണേ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കണോ? ശരി. വിശാലമായ ഡെൽറ്റ സമ്മേളനം സൃഷ്ടിക്കണോ? തെറ്റ്. എറണാകുളം ജില്ലയിൽ വെച്ച് അറബിക്കടലുമായി ചേരണോ? ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കണോ? അപ്പൊ ബന്ധമില്ലാത്തത് ഏതാണ്? വിശാലമായ എന്താണ്? ഡെൽറ്റ അല്ലെ? ഈ നദി വിശാലമായ ഡെൽറ്റ സൃഷ്ടിക്കുന്നു. 37B ആണ് തെറ്റ്. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി ഏതാണ്? എവിടെയാണ്? ഷോളയാറ് പാലക്കാടല്ല, അതാണ് ചേരാത്തത്. പള്ളിവാസൽ ഇടുക്കി, കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 39ാമത്തെ ചോദ്യമാണ്. കുറിഞ്ഞിമല, ചിന്നാറ്, പെരിയാറ് തുടങ്ങിയവ ഇടുക്കി ജില്ലയാണ്. ആറളം എവിടെയാണ്? കണ്ണൂരാണ്. അടുത്ത നോക്കൂ, വരയാടുകളെ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും യോജിപ്പിച്ച് എഴുതാൻ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ 41ാമത്തെ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം എന്താണ്? ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം 42 അല്ലെ M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അദ്ദേഹം അത്ലറ്റിക്സ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ്, 4 തരം തിരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല നടത്തണം കേട്ടോ. അപ്പൊ അത് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ അത് കഴിഞ്ഞില്ലേ? 44 നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 44C ആണ്. അടുത്തത്, ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് PSC ഉത്തര സൂചിക പ്രകാരം PSC ഉത്തരം കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഇന്ത്യയാണ്. ചണം ഉൽപാദനത്തിൽ ശരിക്കും 2ാം സ്ഥാനത്താണ് ആര്? ഇന്ത്യ. പക്ഷെ PSC ഉത്തരം കൊടുത്തത് ഇന്ത്യ എന്നുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാ? ദഹനം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ ഏത് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് ആണ്.
ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേര് എന്താണ്? ആദിത്യ L1 എന്നുള്ളതാണ് ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേര്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരമാണ്? ഇതിൽ ഓപ്ഷൻ പ്രകാരം ഏതാണ്? വിരാട് കോഹ്ലിയാണ്. 51ാമത്തെ ചോദ്യം എന്താണ്? മികച്ച നടനുള്ള 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? അല്ലു അർജുനാണ്. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി ഏതാണ്? പാരീസ് ആണ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? അപര്യാപ്തത രോഗങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾക്ക് ഉദാഹരണം പറയുക. നമ്മൾ ക്ലിയർ ആയിട്ട് നെല്ലിനങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ടീച്ചർ. പവിത്രയും അന്നപൂർണയും ഒക്കെ നെല്ലിനങ്ങളാണ്. അതുപോലെ തന്നെ ജനിതക രോഗങ്ങൾ എന്താ, തൊഴിൽജന്യ രോഗങ്ങൾ എന്താ, അപര്യാപ്തത രോഗങ്ങൾ എന്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇത് മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുകയോ? ഇല്ല, ബാക്കിയൊക്കെ ശരിയാ. വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തും, മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയും, ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കും, ഒക്കെ ശരിയാണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താ പറയണേ? താഴെ തന്നിരിക്കുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏത് എന്നുള്ളതാണ്. സഞ്ചാരി പ്രാവ് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. മലബാർ വെരുകും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അപ്പൊ 57ാമത്തത് അല്ലെ. അതായത് സഞ്ചാരി ഇതുണ്ട്, സഞ്ചാരി പ്രാവുണ്ട്. അതുപോലെ സഞ്ചാരി പ്രാവ് ഇല്ല. മലമുഴക്കി, സോറി ഇട്ട മക്കളെ, മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകും. ഏതാണ്? മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകുമാണ് താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാ? മലമുഴക്കി വേഴാമ്പലും അതുപോലെ തന്നെ മലബാർ വെരുകും. അതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടു, അപ്പൊ അതാണ് ഓപ്ഷൻ മാറിപ്പോയെ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് അതിന്റെ ശരി. അപ്പൊ 1 ശരി 3 ശരി. കാൽസ്യം, ഫോസ്ഫറസ്, ഇത് രണ്ടും എല്ലും പല്ലും പേശിയും നാഡികളുടെയൊക്കെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. അടുത്തത് എന്താണ്? എത്രാമത്തെ ചോദ്യമാണ്? 58ാമത്തെ ചോദ്യമാണ്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷം ആയിട്ട്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലെ പഠിച്ചു. ചെറുധാന്യ വർഷം. ചില ലോഹങ്ങളുടെയും അവിടെ അയിരുകൾ തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് ഏതാണ്? സിങ്കിന്റെ ഏതാണ് ശരിയല്ലാത്തത്? സിങ്ക്, ഗലീന. അലുമിനിയത്തിന്റെ ബോക്സൈറ്റ്, ഇരുമ്പിന്റെ ഹാമറ്റൈറ്റ്, കോപ്പറിന്റെ കുപ്രൈറ്റ്, ഇതൊക്കെ ശരിയാണ്. സിങ്കിന്റെ പിച്ച് ബ്ലെൻഡ് ആണ്. അടുത്തു നോക്കിയേ, 61ാമത്തത്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ച് ഇരിക്കുന്നു? ഗതികോർജം അതിന്റെ മാസിനെയും പ്രവേഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു. 2ഉം 3ഉം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഗതികോർജം കഴിഞ്ഞു. അടുത്ത ചോദ്യം ഏത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്? മാങ്കി ബവെന്റി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി എം ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ട്സ് ആണ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്ന് കണ്ടെത്തുക. ശരിയല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് 63. അതില് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. അത് മാത്രമാണ് എന്താണ്? ഓപ്ഷൻ സി 4 മാത്രമാണ് എന്ത് ശരിയല്ലാത്തത് അല്ലെ. അപ്പോ വസ്തുവിന് കമ്പനം മൂലം ശബ്ദമുണ്ടാകുന്നു. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണം. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയുള്ള ശബ്ദം കേൾക്കാൻ പറ്റും. അതൊക്കെ ശരിയാണ്. 63. ഇനി 64ാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏത് എന്നുള്ളതാണ് ചോദിച്ചത്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയണം 3 ആണ്. 66ാമത്തെ ചോദ്യം. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചതാരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ശരിയാണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. അതും ശരിയാണ്. അപ്പൊ ഈ രണ്ടുമാണ് ശരി. 1ഉം 4ഉം ഓപ്ഷൻ ആണ് ശരി. 1ഉം 4ഉം ഓപ്ഷൻ ആവുമ്പോൾ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. അടുത്തത് നോക്കൂ. ജലജന്യ രോഗമായ ഡയേറിയ അതിന് കാരണമായത് ഏത്
ഏത് രോഗാണുവാണ്? ബാക്ടീരിയയാണ് അതിന് കാരണമായിട്ടുള്ളത് അല്ലെ. അടുത്തത് എന്താണ്? 68ാമത്തത്, കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കൊതുക് നശീകരണത്തിലൂടെ നമുക്ക് മന്തിനെ പ്രതിരോധിക്കാം, മന്ത് രോഗത്തെ. അതുപോലെ തന്നെ മലമ്പനിയെയും പ്രതിരോധിക്കാം. അപ്പൊ രണ്ടെണ്ണല്ലേ? ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം. അപ്പൊ ഏതാണ്? 68D ആണ് ആൻസർ. ഇനി അടുത്തത് എത്രാമത്തെ ചോദ്യമാണ്? 69ാമത്തെ ചോദ്യമാണ് നമ്മൾ പഠിക്കണം കേട്ടോ. 69ാമത്തെ ചോദ്യത്തിൽ എന്താ ചോദിച്ചേക്കണേ? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ്. നോക്കൂ, സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാര് അല്ലെ. അത് ശരിയാണ്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ എ 1, 3 എന്നിവയാണ് ശരി ട്ടോ. ഇനി അടുത്തത് 70ാമത്തെ ചോദ്യം, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? 71ാമത്തെ ചോദ്യം എന്താണ്? വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നു, തെറ്റാണ് അല്ലെ. കുത്തിവയ്പ്പിലൂടെ മാത്രമല്ല, വായിലൂടെ ഒക്കെ നൽകുന്നുണ്ട്. അപ്പൊ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായ കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഒക്കെ ശരിയല്ലേ മക്കളെ? അപ്പൊ എ ആണ് തെറ്റ് കേട്ടോ. 72, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ് ട്ടോ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കണേ 73-ല്. ഏതാണ്? ഡയേറിയ, ബാക്ടീരിയ. ശരിയായ ജോഡി ഡയേറിയ, ബാക്ടീരിയ. അടുത്ത ചോദ്യം 74, ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഓപ്ഷൻ 1 ശരിയാണ്. എന്താണ്? ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പുകവലി, മദ്യപാനം എന്നീ മാനസിക സംഘർഷം രോഗത്തെ ക്ഷണിച്ചു വരുത്തും. ഇതൊക്കെ ശരിയാണ്. ജീവിതശൈലിക്ക് പറയുന്ന കാര്യങ്ങളാ. ബാക്കിയൊക്കെ രോഗങ്ങൾ വരാൻ കാരണമാകും, പക്ഷെ ജീവിതശൈലി രോഗം എടുത്തു ചോദിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ 74-ൽ 1ഉം 2ഉം ശരിയല്ലേ? അപ്പൊ ഓപ്ഷൻ എ അല്ലേ ശരി. ഇനി 75 നോക്കിയേ, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്? എ, ഡി, ഇ, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. അപ്പൊ ഇതല്ലേ ശരിയല്ലാത്തത് ട്ടോ. ഇനി അടുത്തത് 76ാമത്തത്. 76ാമത്തെ ചോദ്യം, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കുൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? 76, അതായത് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് നമ്മൾ അനുവദിക്കരുത്. അപ്പൊ കൊതുക് വരുന്നത് കുറയും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊതുകുവല പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അത് രണ്ടാണ് ശരി ട്ടോ. 1ഉം 4ഉം. ഓപ്ഷൻ സി ആണ് ശരി. 76. ഇനി 77, എന്താണ്? ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 78, അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി. ചോക്കുവ അരി എവിടത്തെയാണ്? ആസാം. അടുത്തത്, ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നാണ് ചോക്കുവ അരി അറിയപ്പെടുന്നത്? ആസാമില് അല്ലെ. ഇനി അടുത്തത് എന്താണ്? 79, എന്താണ് ചോദിച്ചേക്കണേ? 2023 ഓഗസ്റ്റില് EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. 79. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത് ആരാണ്? കേരളമാണ്. 80. അപ്പൊ 80 ക്വസ്റ്റ്യന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.